ഭ്രമയുഗം എക്കാലത്തെയും ക്ലാസിക്കുകളൊന്നെന്ന് പറയാനുള്ള കാരണം 2024 ഇറങ്ങിയ സിനിമയാണ്. 3 കഥാപാത്രങ്ങൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. നമുക്ക് ഈ കാലഘട്ടത്തിൽ പരിചിതമില്ലാത്തൊരു രീതിയിൽ പറഞ്ഞ സിനിമ ഗംഭീരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. 100 കോടി ക്ലബിലൊന്നും ആ സിനിമ വന്നില്ലെങ്കിൽ പോലും ഓരോ ദിവസവും നമ്മളിലെ വീഞ്ഞിന്റെ വീര്യം കൂടുന്ന പോലെ വീര്യം കൂടി വരുന്നൊരു സിനിമയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഭ്രമയുഗം. 2024 അവാർഡുകൾ ഏറെ നേടിച്ചു. കൊമേഴ്ഷ്യലായിട്ട് സക്സസ് ആയി ഈ സിനിമ. ഇപ്പം നാളെ ഓസ്കാർ അക്കാദമിയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന ഫെബ്രുവരി 12 ഇത് ഒരു ഇന്ത്യൻ സിനിമ ആദ്യമായിട്ടാണ് ഈ ഒരു ഗണത്തിൽ പ്രദർശിപ്പിക്കുന്ന ആദ്യമായിട്ടാണ്. ഇതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഇന്ത്യൻ സിനിമയിലും പ്രത്യേകിച്ച് മലയാള സിനിമ, പ്രത്യേകിച്ച് ഇങ്ങനൊരു സിനിമ, വലിയ ബഡ്ജറ്റ് ഒന്നുമില്ലാത്ത 3 കഥാപാത്രങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സിനിമ ഇത്ര അച്ചീവ് ചെയ്യുമ്പം എന്തിനാണ് നമ്മൾ 100 കോടി 200 കോടി 300 കോടി നേടിയാൽ, ഇപ്പം മമ്മൂട്ടി നേടിയെന്നോ മോഹൻലാൽ നേടിയാലും മമ്മൂട്ടി നേടിയാലും അത് 1 വർഷം കൊണ്ട് ചിലപ്പോൾ മറന്നെന്നിരിക്കും. പക്ഷെ ഇത് മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ലോകം മൊത്തം അറിയപ്പെടുകയാണ്. അന്നേരം ഭ്രമയുഗം കൊണ്ട് മമ്മൂട്ടി നേടിയത്, അല്ലെങ്കിൽ ഭ്രമയുഗം ഇനി അങ്ങോട്ട് വരാനുള്ള ഒരുപാട് സിനിമകളുണ്ട്, മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ നേടുന്നത് ലോകോത്തര പ്രശസ്തിയാണെന്നുള്ളത് അത് മലയാള സിനിമയ്ക്കാണ് അഭിമാനം, ഇന്ത്യൻ സിനിമയ്ക്കാണ് അഭിമാനം. എന്തായാലും ലോക സിനിമയുടെ കൂട്ടത്തിൽ ഇത് കാണിക്കുന്ന ഒരു നിമിഷം ഫെബ്രുവരി 12 വേണ്ടി നമുക്ക് കാത്തിരിക്കാം.